അവിടെ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് എന്നുള്ളതുമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ചേർത്ത് വെക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാവിലെ 10:15-നും 10:30-നും ഇടയിലാണ് ഈ ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദം കേട്ടത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. സ്വാഭാവികമായി ജിയോളജിക്കൽ സർവേയുടെ അടക്കം ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. അവർ വിശദമായി ഈ സ്ഥലം പരിശോധിക്കും. ഒരു വൈഡ് ഏരിയയിൽ ഇങ്ങനെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ആ മേഖലകളിലെല്ലാം വിശദമായ പരിശോധന നടത്തും. പക്ഷേ ഒരു തവണ മാത്രമേ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടുള്ളൂ. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അതിന്റെ പ്രകമ്പനം ഉണ്ടായത് എന്ന് പറയുന്നു. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പിന്നീട് പ്രകമ്പനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഉരുൾപൊട്ടലുമായി ഈ പ്രകമ്പനത്തിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അത് സംബന്ധിച്ച വിവരങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്നാണ് സൂചന. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമ്പലവയൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കൂടി അടുത്ത ദിവസം ഇവിടേക്ക് എത്താനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഗൗരവതരമായ പരിശോധനകൾ തന്നെ നടത്താനുള്ളൊരു തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശവാസികളോട് സംഭവ സ്ഥലത്ത് നിന്ന് മാറാനുള്ള കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളെ അടക്കം പരിസര പ്രദേശങ്ങളിൽ നിന്ന് മാറ്റുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി മാത്രമാണ് ഇത്തരമൊരു നടപടിയെന്നും മറ്റൊന്നും ഓർത്തും ഇപ്പോൾ ഭയക്കേണ്ടതില്ലെന്നും അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുമാണ് ജില്ലാ ഭരണകൂടം അടക്കം അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായ പ്രതികരണം അല്പസമയത്തിനകം കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകും എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയിൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ ശബ്ദം കേൾക്കാനിടയായ സാഹചര്യം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുമുള്ളൂ. എന്തായാലും വിശദമായ പരിശോധനകൾ തന്നെയായിരിക്കും നടത്തുക എന്നാണ് ലഭ്യമായിരിക്കുന്ന സൂചന. പ്രധാനമന്ത്രി കൂടി അടുത്ത ദിവസം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അമ്പലവയൽ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന തന്നെ നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നമ്മൾ മുക്തരാകുന്നതേ ഉള്ളൂ. അതിനിടയിൽ ആശങ്കപ്പെടുത്തുന്ന ഈ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം ഉണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് വയനാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊന്നും അല്ലെങ്കിൽ കൃത്യമായ ഔദ്യോഗികമായ വിശദീകരണം ലഭിക്കാത്ത വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയാത്തതും. എന്തായാലും ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയിൽ നടത്തുന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. സ്വാഭാവികമായി വിശദമായി നടത്തുന്ന ഈ പരിശോധനകളിലൂടെ ഈ പ്രകോപനത്തിലേക്ക് നയിച്ച കാര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരുമെന്ന് തന്നെയാണ് സൂചന. രാവിലെ 10:15-നും 10:30-നും ഇടയിലാണ് ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം.